ഇപ്പൊ കുടുംബമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഏപ്പടം പിടിക്കാൻ. ഭാര്യയും ഭർത്താവും കാമുകിയും കാമുകനും ഒക്കെ അങ്ങോട്ട് ഒന്നിച്ച് ഒത്തൊരുമയോടെ മത്സരിച്ചങ്ങ് ഏപ്പടം പിടുത്തവാ. സോഷ്യൽ മീഡിയയിൽ നിന്ന് വാരി കൂട്ടാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പണ്ടൊക്കെ മാനം അഭിമാനം എന്നായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നല്ല. മാനവും ഇല്ല, അഭിമാനവും ഇല്ല. എങ്ങനെയും കാശുണ്ടാക്കിയാൽ മതി. ഇത് കണ്ടോ നിങ്ങൾ? എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതും? ഭാര്യയാണോ ഭർത്താവാണോ ഒന്നും അറിയത്തില്ല. ഈ ഒരു റീലിനകത്ത് കണ്ടതാ. എന്തൊക്കെ വൃത്തികേടാണ് കാണിക്കുന്നത്. ഈ കാണിക്കുന്നവർക്ക് ഉളുപ്പില്ല, പക്ഷെ ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ അയ്യേ എന്ന് വെച്ച്. അത്രയ്ക്ക് നമുക്ക് വെറുപ്പാണ് ഇവറ്റകളോട് തോന്നിയത്. റീച്ചിന് വേണ്ടിയിട്ടും ക്യാഷിന് വേണ്ടിയിട്ടും ഇമാതിരിയൊക്കെ കോലം കെട്ടാനാ ഇവറ്റകൾ വരുന്നുണ്ടല്ലോ. കുറച്ചെണ്ണം ഇൻസ്റ്റാഗ്രാമിൽ പെണ്ണുങ്ങളുണ്ട്, കക്ഷം കാണിച്ചും ബുക്കിൾ കാണിച്ചും ചാല് കാണിച്ചും ഒക്കെ പൈസ ഉണ്ടാക്കുന്നത്, മെമ്പർഷിപ്പ് എന്ന പരിപാടിയിലൂടെ പൈസ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ബെഡ്റൂമിൽ എന്തൊക്കെയാണോ കാണിക്കുന്നത് ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള അപരാധിത്തരം നിറഞ്ഞ വീഡിയോകൾക്ക് യാതൊരു വിലക്കമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ കുട്ടികളൊക്കെ കാണുന്നതല്ലേ? എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? പുതുതലമുറയ്ക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ബെഡ്റൂമിൽ കാണിക്കുന്ന സീൻസൊക്കെ ഒരു ക്യാമറ ഓണാക്കി വെച്ച് ഒരു ഏപ്പടം പോലെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുക. പണ്ടൊക്കെ കുറച്ച് ഒളിവും മറയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കുടുംബത്താണെങ്കിൽ പോലും ബെഡ്റൂമിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് ഒരു നാണവും ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങനെ ഹോളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നാണവും ചമ്മലും ഒക്കെ ഉണ്ട്. ആ രീതിയായിരുന്നു അന്നത്തെ ഫാമിലിയൊക്കെ. പക്ഷേ ഇന്നത്തെ ഫാമിലിയൊക്കെ ഇത്രയധികം പുരോഗമിച്ചു. ഏത് രീതിയിലും പണം ഉണ്ടാക്കണം. മറ്റുകളുടെയൊക്കെ വീട്ടുകാരെ സമ്മതിക്കണം. ഈ പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ള ലക്ഷ്യത്തോടെ വരുന്ന ഏത് ദമ്പതികൾക്കും പെട്ടെന്ന് കാശുണ്ടാക്കാം. കാരണം ഇത് തന്നെ ബെഡ്റൂമിൽ പറയേണ്ട കാര്യങ്ങൾ, നമ്മുടെ സ്വകാര്യത, ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്വകാര്യത. ബെഡ്റൂമിൽ കയറുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ സംസാരിക്കുന്നത്, എന്തൊക്കെയാണോ കാണിക്കുന്നത്, ഇതൊക്കെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഉളുപ്പില്ലാത്ത കുറച്ച് ഫാമിലികൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്? നല്ലതായിട്ട് റീച്ച് ഉണ്ടാക്കാം, നല്ലതായിട്ട് പൈസ ഉണ്ടാക്കാം, പിന്നെ പോരാത്തതിന് മെമ്പർഷിപ്പും ഉണ്ടല്ലോ. എന്തായാലും എല്ലാവർക്കും മക്കളുണ്ടെന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ ഏറ്റവും വലിയ അത്ഭുതം. അപ്പൊ ഇതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവതരിച്ചിട്ടുണ്ട്. ഇവക്കൊക്കെ അച്ഛനുണ്ടോ, അമ്മയുണ്ടോ, മക്കളുണ്ടോ, എല്ലാവരും ഉണ്ടാകും. പക്ഷേ പണം മതി, കുടുംബക്കാർക്കാണേലും പണം മതി. അപ്പൊ പെട്ടെന്ന് പണം ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ വക തെമ്മാടിത്തരങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോൾ പണം കിട്ടുമെന്ന് പറഞ്ഞാൽ നടു റോഡിൽ പോലും ഇവറ്റകള് ഇമാതിരി പേക്കൊത്തുകൾ കാണിച്ചു കൂട്ടും. പണ്ട് ഇതൊക്കെ നാണക്കേടായിരുന്നു. ഇപ്പൊ ഭയങ്കര സ്റ്റാറ്റസും അന്തസ്സും അഭിമാനവും ഒക്കെയാണ് ഇവറ്റകൾക്ക്. ഈ തുണ്ടുപടത്തിൽ അഭിനയിക്കുന്നവരും ഇപ്പൊ സെലിബ്രിറ്റീസ് ആണ്. തുണ്ടുപടത്തിൽ അഭിനയിച്ചവരെയൊക്കെ വിളിച്ചിട്ടല്ലേ ഇന്റർവ്യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റത്തില്ല. ഒരു കാമവാഹിനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ത് വൃത്തികേടാണ്. സെക്സിനെ കുറിച്ചിട്ടാണ് അവറ്റകൾ സംസാരിക്കുന്നത്. എന്ത് വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ അത്ര പോലും പണ്ടൊന്നും ഈ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ഈ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി ഉരിഞ്ഞ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല.